എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും SRS പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന നല്ലൊരു വീടാണ്. മുറ്റം മുഴുവൻ നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്ത് നല്ല വിശാലമായ അകത്തളങ്ങൾ വളരെ മനോഹരമായിട്ട് ഇന്ത്യച്ചിരിക്കുന്ന നല്ലൊരു വീടാണ്. പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് ഏറ്റവും ദൂരം കുറഞ്ഞ വഴിയായ വലവൂർ ഉഴവൂർ റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. പാലായിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രം മാറി വലവൂർ ടൗണിലുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 400 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി. 11.5 സെന്റ് സ്ഥലം, 2000 സ്ക്വയർ ഫീറ്റ് പണിതിരിക്കുന്ന ഒറ്റ നല്ല വീട്. ഇതിൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. 3 വിശാലമായ ബെഡ്റൂമുകൾ, അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, കബോർഡുകളെല്ലാം ഉണ്ട്. നല്ല വിശാലമായ ഹാളുകളാണുള്ളത്. ഒരു മോഡേൺ സ്റ്റൈലിഷ് കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണും വർക്കേരിയും എല്ലാം ഉണ്ട്. പറ്റാത്ത കിണറുവെള്ളമുണ്ട്. സ്ഥലം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ചോദിക്കുന്ന വില 99 ലക്ഷം രൂപ മാത്രമാണ്. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലമാണ്. നടന്ന് പള്ളിയിൽ പോകുന്ന ദൂരമാണ്. അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, അമ്പലം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പ്രശസ്ത കേന്ദ്ര സർക്കാർ സ്ഥാപനമായ AAA 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. കേരള തനിമയുള്ള മനോഹരമായ ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒറ്റ നല്ല വീടാണിത്. നല്ല വിശാലമായ മുറ്റം മുഴുവൻ ലാൻഡ്സ്കേപ്പ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി ഗ്രാസൊക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ മുറ്റം ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വീട്. ടാർ റോഡ് ഫ്രണ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ്. ഇതാണ് വീടിൻ്റെ മുന്നോട്ട് കടന്നു വരുന്ന റോഡ്. നല്ല വീതിയേറിയ റോഡാണ്. വീതിയേറിയ സ്ലൈഡിംഗ് ഗേറ്റാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നല്ല വിശാലമായ മുറ്റമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വീടാണ്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു മേഖലയിൽ ഇരിക്കുന്ന നല്ലൊരു വീടാണ്. കോമ്പൗണ്ടെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായ മുറ്റവും നല്ലൊരു ആംബിയൻസിലാണ് ഈ വീടിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ഈ വീടിരിക്കുന്നത്. വീതിയേറിയ സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിരിക്കുന്നു. നല്ല വിശാലമായ മുറ്റമാണ്. നല്ല ഭംഗിയേറിയ മുറ്റം. നമുക്കൊരു 5-6 കാറുകളൊക്കെ വന്നാൽ പോലും പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വിശാലമായ മുറ്റമാണ്. ഗേറ്റിന് നേരെ മുൻഭാഗത്ത് തന്നെയായി വലിയൊരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. മുറ്റം മുഴുവൻ നല്ല ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ടെല്ലാം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. സൈഡുകളിൽ നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏത് വലിയ വാഹനങ്ങളും നമുക്ക് ഈസിയായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ചാണ് കൊടുത്തിരിക്കുന്നത്. പില്ലറുകളെല്ലാം നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സൈഡുകളിലായി അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റാണ് പാകിയിരിക്കുന്നത്. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് ഇവിടുത്തെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സൈഡുകളിലൊക്കെ അത്യാവശ്യം ചെടികളൊക്കെ നടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല വിശാലമായ മുറ്റം. ഈ ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. സൈഡുകളിൽ പാമൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു. ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല ഭംഗിയേറിയ രീതിയിലാണ് വീടിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കാദ്യം കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കൊക്കെ പോകാം. ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു വിശാലത. നല്ലൊരു പ്രൈവസി ഉള്ളൊരു ഏരിയയാണ്. 11.5 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി സ്ഥലം കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന പ്ലോട്ട് കൂടി വാങ്ങാൻ പറ്റുന്നതാണ്. വീടിൻ്റെ പിൻഭാഗത്തെ അലക്കുകല്ലും അതോടൊപ്പം ടാപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രോബായിലൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് വീടിൻ്റെ പുറകുവശത്തൊക്കെ സ്പേസ് ഉണ്ട്. അത്യാവശ്യം പച്ചക്കറികൾ കാണാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തൊരു ഡോറ്, ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെറസ് മുഴുവൻ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ഓട് കൊണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായൊരു സ്പേസാണ് നമുക്കിവിടെ ഉള്ളത്. ഡ്രസ്സൊക്കെ അലക്കി വിരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല പാർട്ടിയൊക്കെ വെക്കാനുള്ള സ്പേസ് തന്നെ മുകളിലുണ്ട്. ഇവിടുന്ന് ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. ഹാളിലേക്ക് നല്ല ലൈറ്റ് കിട്ടാവുന്ന പോലെ പർഗോള കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. മുഴുക്കുള്ളിലേക്ക് അധികം ചൂട് വരാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ കറണ്ട് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ വെക്കണമെങ്കിൽ ഇവിടെയും വെക്കാനായി പോയിൻറ്റും ടാപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുറ്റത്തിന് ചുറ്റും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്.
കിച്ചണിലേക്കുള്ള ഗ്യാസ് കണക്ഷൻ ഇവിടെ നമുക്ക് കേബിൾ കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ ഇവിടെ നിന്ന് വെച്ചിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള കേജ് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തേക്ക് എത്തി. ഇവിടെ കിണർ വെള്ളമുണ്ട്, കൂടാതെ ജലനിധി കണക്ഷൻ കൂടിയുണ്ട്. ഇതാണ് ജലനിധി കണക്ഷൻ ഇവിടെ കാണാം. കിണറെന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ പ്ലോട്ടിലാണ്. നമുക്കൊരു കോമൺ കിണറാണ്, വറ്റാത്ത വെള്ളമുള്ള വലിയൊരു കിണറാണുള്ളത്. താഴെ കാണുന്ന വീടിന് കൂടി ചേർത്ത് കോമൺ കിണറാണ് കൊടുത്തിരിക്കുന്നത്. സോളാർ വാട്ടർ ഹീറ്ററൊക്കെ വെക്കാനുള്ള രീതിയിൽ മുകളിൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. നല്ല ഭംഗിയിൽ പണിതിരിക്കുന്ന മെയിൻ ഡോറാണ്. കയറി വരുന്നത് വിശാലമായ ഹാളിലേക്കാണ്. നല്ല വിശാലമായ ഹാളാണ്. 2000 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന വീടിന് 3 ബെഡ്റൂമുകളാണ്. അതുകൊണ്ട് തന്നെ വലിപ്പം കൂടുതലുണ്ട്. വലിയ ഹാളുകൾ, വലിയ ബെഡ്റൂമുകളൊക്കെയാണ്. ഈ ഭാഗത്തൊക്കെ ചെറിയ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യൂരിയോസ്, ഫ്ലവർ വൈസ് ഒക്കെ വെക്കാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 സൈഡിലേക്കും തിരിക്കാവുന്ന പോലെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നും TV കാണാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ അടുത്ത ഹാള്. നല്ല വിശാലമായൊരു ഹാളാണ്. ഫാമിലി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടി വരുന്ന നല്ല വിശാലമായ ഹാളാണിത്. നല്ല ഭംഗിയൊരു ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാന്, ലൈറ്റ്, ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയ ജനലുകളാണ് വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു പാർട്ടീഷനിൽ TV 2 സൈഡിലേക്ക് തിരിക്കാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കബോർഡുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബെഡ്റൂമുകളൊന്ന് കാണാം. നല്ല വലിയ ബെഡ്റൂമുകളാണ്. ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. വാർഡ്രോബുകളും ചെയ്തിട്ടുണ്ട്. ഇതാണ് വലിയ വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. 3 ഡോറുള്ള വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഉൾവശം. കൂടാതെ ഡ്രസ്സിംഗ് ഏരിയയിൽ കൂടി കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. വലിയ മിററോട് കൂടിയ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ഫിറ്റിങ്സും ടാപ്പുകളും എല്ലാം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഡോറുകളെല്ലാം തേക്കിൻതടിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതും നല്ല വലിയ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകളിലും നല്ല വലിയ ജനലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും നല്ല വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയും കൂടി ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിലാണ് ഡ്രസ്സിംഗ് ഏരിയയും കബോർഡുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വലിയൊരു ബാത്റൂമാണ്. വീണ്ടും നമ്മൾ ഹാളിലേക്ക് ഇറങ്ങി. ഇതാണ് ഹാളിൻ്റെ ഒരു വലിപ്പം കണ്ടാൽ മനസ്സിലാവും. നല്ല വിശാലമായ ഹാളാണ്. നല്ല ഭംഗിയായ ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നു. സീലിംഗ് വർക്കുകളെല്ലാം നന്നായിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ കാണുന്ന വലിയൊരു ജനലാണ്. ഈ ഭാഗത്തായി നമ്മുടെ പ്രെയർ ഏരിയ ഈ ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശത്തെല്ലാം കബോർഡുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന പ്രെയർ ഏരിയ ആണ്. ഏത് മതസ്ഥർക്കും അവരുടേതായ രൂപങ്ങളൊക്കെ വെക്കാനും പുസ്തകങ്ങളൊക്കെ വെക്കാനും ഒക്കെ ഉള്ള രീതിയിലുള്ള നല്ലൊരു പ്രെയർ ഏരിയ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിങ്ങ് വന്നു കഴിയുമ്പോൾ കിച്ചണിൻ്റെ കൗണ്ടർ കാണാം. അതിനു മുമ്പ് ഈ ഒരു ഭാഗത്തായി വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ നല്ല ഭംഗിയേറിയ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശത്തു കൂടി കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ കൊടുത്തിരിക്കുന്നു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല മോഡുലർ കിച്ചണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി വലിയൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയേറിയ രീതിയിലുള്ള ക്രോക്കറി ഷെൽഫാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലെ കബോർഡുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഏറ്റവും മോഡേൺ സ്റ്റൈലിൽ തന്നെ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ്. ഈ ഒരു കോർണറായിട്ട് ഫ്രിഡ്ജിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. ഓവൻ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് മോഡുലർ കിച്ചണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹോബും ഫുഡും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല 3 ബർണറിൻ്റെ സ്റ്റൗ വെച്ചിട്ടുണ്ട്. ഫൈബറാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്നു. ഇതിനിടയിലേക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നാനോ വൈറ്റിൻ്റെ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ല പ്രീമിയം സ്റ്റൈലിൽ തന്നെ ചെയ്തിരിക്കുന്ന വീടാണിത്. ടാപ്പുകളൊക്കെ ജാഗ്വാറിൻ്റെ ബ്രാൻഡാണ്. അങ്ങനെ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളും നല്ല ഇൻറ്റീരിയറുമൊക്കെയാണ് വീടിനുള്ളത്.
നമ്മൾ കിച്ചണിൽ നോക്കുമ്പോഴുള്ള ഹാളിൻ്റെ ഒരു വ്യൂ ആണിത്. ഇവിടെ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട്. ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് ചെറിയൊരു വർക്ക് ഏരിയ നമുക്കുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിഷ് വാഷർ നമുക്കിവിടെ വെക്കാം. ഇതോടൊപ്പം ഒരു ചെറിയ സ്റ്റോർ ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്കുള്ള ഭാഗം ഗ്രില്ലിട്ട് സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള കിച്ചണും വർക്ക് ഏരിയയും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം, മൂന്നാമത്തെ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകളിലും ഫാനുകൾ, ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. AC-യുടെ പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് ഡ്രസ്സിംഗ് ഏരിയ നല്ല കബോർഡ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ കബോർഡുകളും അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായ വീടാണിത്. അത് യാതൊരു വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത നല്ലൊരു ഏരിയ പണിയിപ്പിച്ചിരിക്കുന്ന വീടാണ്. പാലാ ടൗണിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രം മാറി മലവൂർ ടൗണിന് അടുത്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. 11.5 സെന്റ് സ്ഥലം. കൂടുതൽ സ്ഥലമാണെങ്കിൽ അത് ലഭ്യമാണ്. 2000 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നല്ല വിശാലമായ മുറ്റമൊക്കെയാണ്. മുറ്റമൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ മുകൾ ഭാഗം റൂഫ് ചെയ്തിരിക്കുന്നു. അകത്തൊക്കെ ധാരാളം കബോർഡുകളൊക്കെ ഉണ്ട്. നല്ല വിശാലമായ ഹാളുകളൊക്കെയാണ്. വളരെ ഭംഗിയിൽ നല്ല മികച്ച ക്വാളിറ്റി പണിയിപ്പിച്ചിരിക്കുന്ന വീടാണ്. ചോദിക്കുന്ന വില 99 ലക്ഷം രൂപ മാത്രമാണ്. നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള നല്ല റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീട് പണിയിപ്പിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നമുക്ക് കോമൺ കിണറാണ്. തൊട്ട് അടുത്ത പ്ലോട്ടിലായിട്ട് വലിയൊരു കിണറുണ്ട്. ഒരിക്കലും പറ്റാത്ത വെള്ളമാണ് ഇവിടെ ഉള്ളത്. ഈ വെള്ളത്തിന്റെ കണക്ഷൻ നമുക്ക് ഈ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ജലനിധി കണക്ഷൻ കൂടി ഈ വീട്ടിലുണ്ട്. ഒരിക്കലും വെള്ളപ്പൊക്കം ബാധിക്കുന്ന ഒരു പ്രദേശമൊന്നുമല്ല. ആരാധനാലയങ്ങളും സ്കൂളുകളെല്ലാം അടുത്തുള്ള നല്ലൊരു ഏരിയയാണ്. 888 വളരെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങൾക്ക് ഈ വീട് ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് നല്ല മികച്ച ക്വാളിറ്റിയുള്ള നല്ല വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അതും ഏത് ബാങ്കിൻ്റെയും ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം.